നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ശക്തമായ താക്കീത് നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കേസ് തെളിയിക്കുന്നതിനായിട്ട് SIT ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട്. അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്ത പക്ഷം കേസ് CBIക്ക് വിടാനുള്ള സന്നദ്ധത കോടതിയെ അറിയിക്കാൻ മറ്റ് കക്ഷികൾ തയ്യാറെടുക്കുന്നതിനിടയിലാണ് SIT തങ്ങളുടെ നിലപാട് ഇപ്പോൾ കടുപ്പിക്കുന്നത്. ജനുവരി മാസത്തിൽ കോടതി നൽകിയിട്ടുള്ള സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താനും ഡിജിറ്റൽ തെളിവുകൾ അടക്കം തന്നെ ശേഖരിക്കാനുമാണ് ഇപ്പോൾ സംഘം ശ്രമിക്കുന്നത്. ബാഹ്യമായ സമ്മർദ്ദങ്ങളെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് കേസിലെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് നിലവിൽ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിലുള്ളത്. കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും 14 ദിവസത്തേക്ക് കൂടി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. ജനുവരി 7 മാത്രമേ ഇനി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. അതിനാൽ തന്നെ പത്മകുമാറിന് ഏകദേശം 50 ദിവസത്തോളം ജയിലിൽ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ പത്മകുമാർ നടത്തിയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ നിയമവൃത്തങ്ങളിൽ പോലും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അന്വേഷണം ഇത്രത്തോളം എത്തിയത് അത് ശബരിമല അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണെന്നും വരും ദിവസങ്ങളിൽ സത്യം പുറത്തു വരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നവർ വേട്ടനായ്ക്കളല്ലെന്നും എന്നാൽ അവർക്ക് ദൈവതുല്യമായ പദവികളുണ്ടെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ കേസിലെ ഉന്നത തലത്തിലുള്ള ബന്ധങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതാണ് ഈ കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച 2 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദമുണ്ടെന്ന കാര്യം അദ്ദേഹം സമ്മതിച്ചുവെങ്കിലും സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഈ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി മാറ്റിവെച്ചതാണെന്ന ആക്ഷേപം BJP കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘവുമായിട്ട് പൂർണ്ണമായി സഹകരിക്കുമെന്നും കടകംപള്ളി അറിയിച്ചെങ്കിലും പുറത്തു വന്ന ചിത്രങ്ങൾ വീഡിയോകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. അന്വേഷണം തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള വലിയൊരു മാഫിയ ശൃംഖലയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ ഉരുപ്പടികൾ കടത്തുന്നതിനായിട്ട് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചുവെന്ന് സംശയിക്കുന്ന D മണിയെ SIT ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഒരു പ്രവാസി വ്യവസായി നൽകിയ നിർണായകമായ മൊഴിയാണ് മണിയിലേക്ക് അന്വേഷണം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ച് സ്വർണ്ണ ഉരുപ്പടികളുടെ കൈമാറ്റം നടന്നതായും അതിന് താൻ സാക്ഷിയാണെന്നും ഈ വ്യവസായി വെളിപ്പെടുത്തിയിരുന്നു. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മണിക്ക് രാഷ്ട്രീയമായ വലിയ സ്വാധീനമുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പുരാവസ്തു ഇടപാടുകളുടെ മറവിൽ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ചുവെന്ന ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നുള്ള കർശനമായ നിരീക്ഷണവും വിമർശനവും അന്വേഷണ സംഘത്തെ ഇപ്പോൾ കൂടുതൽ ജാഗരൂകരാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിൽ ഒരുതരം നിശ്ചലാവസ്ഥയുണ്ടെന്നും ചില ഉന്നത വ്യക്തികളെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്നും മുൻപ് കോടതി ശക്തമായി നിരീക്ഷിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് 2 CIമാരെ കൂടി ഉൾപ്പെടുത്തി SIT 10 അംഗങ്ങളായി ഇപ്പോൾ വിപുലീകരിച്ചിരിക്കുന്നത്. അന്വേഷണം ഊർജിതമാക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിട്ടു നൽകണമെന്ന SITയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. നിലവിൽ അറസ്റ്റിലായ പത്മകുമാർ, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന. അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് കോടതി ആവർത്തിച്ച് പറയുന്നത് പ്രതിരോധിക്കാനാണ് SITയുടെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം. അവസാനമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അത് കേവലം ഒരു മോഷണ കേസ് എന്നതിലുപരിയായി വലിയൊരു ഗൂഢാലോചനയുടെ ഫലമാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന നിഗമനം. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിച്ച പുരാവസ്തു മാഫിയ ബന്ധം ശരിവെക്കുന്ന തരത്തിലേക്കാണ് തെളിവുകൾ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. പത്മകുമാറിന്റെ മുതലക്കണ്ണീരിന് മുന്നിൽ വഴങ്ങില്ലെന്ന് കോടതിയുടെ കർശന നിലപാട് കേസിന്റെ ഗൗരവം ഇപ്പോൾ വർദ്ധിപ്പിക്കുകയാണ്. ശബരിമലയിലെ ഭക്തലക്ഷങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഈ ഒരു കൊള്ളയുടെ പിന്നിലെ എല്ലാ ഗുണഭോക്താക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നത് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ വലിയൊരു ബാധ്യതയായി തന്നെ മാറിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ നടക്കുന്ന ഉന്നതതല ചോദ്യം ചെയ്യലുകൾ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്.